നിങ്ങള് ലവ് മാരേജ് ആണോ? എല്ലാവർക്കും അറിയാണ്ടാണ്. ഞാൻ 2-3 വീഡിയോ ഇപ്പൊ ചെയ്തു മുത്തൂസിന്റെ പല്ലിന്റെ കാര്യം. എന്റെ കുട്ടികളുണ്ടാവും പറഞ്ഞില്ല. ഞങ്ങളെ വീട്ടിലിപ്പോ ഏതല്ല പാസ്സായോ ഇല്ലെന്നുള്ള നമ്മുടെ ചോദ്യം. അപ്പൊ ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വരാനുള്ള കാരണം ഒരുപാട് ആളുകൾക്ക് ഞങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമുണ്ട്. പക്ഷെ ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ കണ്ടന്റ് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെ കുറിച്ചിട്ടൊന്നും അറിയില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ പേര് പോലും അറിയാത്തുണ്ട്. മുത്തൂസിന് മുത്തൂസ് എന്ന് പിന്നെ ഇക്കാന്ന് വിളിക്കുന്ന പേര് മാത്രം. പ്രായമുള്ള ആളുകൾ വരെ എന്നെ ഇക്കാന്ന് മാത്രം വിളിക്കുന്നു. മുത്തൂസ് എപ്പോഴും കുട്ടി മുത്തൂസ്, ഞാനെല്ലാവർക്കും ഇക്ക. അപ്പോ ഇതിന് മുന്നേ നമ്മളൊരു ചോദ്യം ചോദിക്കാനുള്ളവർക്ക് ചോദ്യം ചോദിക്കുന്ന അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരുപാടേറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉത്തരം കൂടി നമുക്ക് പറഞ്ഞുതരാം എന്നുള്ള രൂപത്തിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരു ചെറിയൊരു അപ്പൊ മുത്തൂസെ വന്ന ചോദ്യങ്ങളൊക്കെ എന്റെ അടുത്തല്ലേ വായിച്ചോ. ആദ്യത്തെ ചോദ്യം, വീട് എവിടെയാ? നെയിം പറയുക. സ്ഥലം എവിടെ? എന്താ കാക്കാന്റെ ജോബ്? വലിയ ചോദ്യമുള്ളത്. അപ്പൊ ആദ്യം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യത്തിന് എല്ലാത്തിനും ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ വീട് എവിടെയാ? വീട് എന്ന് പറയുമ്പോ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മള്. കൊളത്തൂരാണ് നമ്മളെ വീട് ഉള്ളത്. പിന്നെ നെയിം പറയുക. എന്റെ പേര് ഷംന. മുത്തൂസിന്റെ ചെറിയ പേരാണ് ഷംന. അതിന് വേണ്ടിട്ട് എന്റെ പേരോ മുഹമ്മദ് അബ്ദുൽ ബാസിത്ത്. വലിയ പേരാണ്. എല്ലാരും ബാസിത്ത് എന്ന് വിളിക്കും. ഇപ്പൊ എല്ലാരും ബാസി എന്ന് വിളിക്കും. അങ്ങനെ പലതായിട്ട് അങ്ങനെ വിളിക്കും. അങ്ങനെ. പിന്നെ സ്ഥലം എവിടെയാ പറഞ്ഞല്ലോ. എന്താ കാക്കാന്റെ ജോബ്? എനിക്ക് അലൂമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കാണ്. അതോടൊപ്പം തന്നെ ഈ ഹണി സെയിലിംഗിന്റെ പരിപാടി ഉണ്ട്. നമ്മൾ തേനുണ്ടല്ലോ, ശുദ്ധമായ ഒറിജിനൽ തേന. അത് ഓൺലൈനിലായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മള് കൂടുതലായിട്ടും ഓൺലൈനിലാണ് നമ്മൾ വിൽക്കല്. അതല്ലാതെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലൊന്ന് മേടിക്കാം. അല്ലാത്തവർക്ക് നമ്മൾ കൊറിയർ ആയിട്ട് ചെയ്ത് കൊടുക്കലുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വിളിച്ചാൽ നമ്മൾ അയച്ചു തരും. ഞാൻ ഷോർട്സിലൂടെ ആണ് നിങ്ങളെ കാണുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി മുത്തൂസിനെയും. അങ്ങനെ നിങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്തൂടെ? ഇൻഷാല്ലാ വ്ളോഗ് ചെയ്യണം. ലോങ് വീഡിയോ ചെയ്തൂടെ കൊറേ കമന്റ് വന്നിക്കണം. മുത്തൂസിന്റെ പല്ല് എങ്ങനെ പോയതാണ്? നിങ്ങൾ അടിച്ചു പറിച്ചതാണോ? എല്ലാവർക്കും അറിയാണ്ടാണ്. ഞാൻ 2-3 വീഡിയോ ഇപ്പൊ ചെയ്തു മുത്തൂസിന്റെ പല്ലിന്റെ കാര്യത്തില്. മുത്തൂസിന്റെ പല്ല് ചെയ്ത് മടുത്തു. എന്നാലും പുതിയതായിട്ട് വീഡിയോ കാണാൻ ആൾക്കും നിന്റെ പല്ല് എവിടെ എന്നുള്ള സംശയമാണ്. അപ്പൊ അതിനുള്ള മറുപടി മുത്തൂസന്നെ പറയും. ഇന്റെ പല്ല് പറഞ്ഞിട്ടില്ല. അവിടെ പല്ലുണ്ട്. കാണണ്ടോന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ പല്ലുണ്ട്. അത് പാൽപ്പല്ലാണ്. അത് ഇതുവരെ ഇളകിയിട്ട് തന്നെ അല്ല. അതുകൊണ്ട് ഞങ്ങൾ പറിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിന്. അപ്പൊ ഡോക്ടറെ അടുത്ത് പോയപ്പോ പറഞ്ഞ എക്സ്റേ എടുത്ത് നോക്കിയപ്പോ എന്തോ ചെയ്ത് നോക്കിയപ്പോ അതിന്റെ ഇടയില് പല്ലിന്റെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോ അവര് പറഞ്ഞത് താഴെ പല്ല് വന്നാലേ ഉള്ളല്ലോ മുകളിലുള്ള പല്ല് പറയുള്ളൂ. അപ്പൊ അങ്ങനെ വരില്ല പറഞ്ഞു. ഇനി പല്ല് വരില്ല പറഞ്ഞു. അപ്പൊ ഇനി അത് ഇളകാത്ത പല്ലിനെ വെറുതെ പറിക്കണ്ടെന്നുള്ള രീതി വേണമെന്നുണ്ടെങ്കിൽ വെക്ക. അതിന് മുകളിൽ പല്ല് വെക്കാം. പക്ഷെ എന്താ വെച്ചാല് ചെറിയ 2 പല്ലാണ് ഇവിടെ ഉള്ളത്. ഫ്രണ്ടിലിവിടെ ചെറിയ 2 പല്ലുള്ളത്. ആ 2 പല്ല് എടുത്താല് അവിടെ ഒരു പല്ലിനുള്ള ഗ്യാപ്പ് അല്ല ഉള്ളത്. കുറച്ചും കൂടി വലിയ പല്ല് വെക്കേണ്ടി വരും. അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അല്ലെങ്കിൽ കമ്പി ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടെ അടുപ്പിച്ചതിന് ശേഷം പല്ല് വെക്കണം. അങ്ങനത്തെ ഒരുപാട് വേദനകളൊക്കെ ഇതൊക്കെ സഹിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ എന്തിനാ അതിന്റെ ആവശ്യം? ഓൾറെഡി 2 പല്ലുണ്ട് അവിടെ. ചെറുതാണെന്നുള്ളൂ. ജനിക്കുമ്പോഴുള്ള ആദ്യം വരില്ലേ കുട്ടികൾക്കൊക്കെ പാൽപ്പല്ല്? ഒരു വയസ്സ് അവിടെ മുന്നൊക്കെ വരില്ലേ? ആ പല്ലാണ് എന്റേത്. ഈ പറയാത്ത പല്ല്. അതിന്റെ താഴെ വേറെ പല്ല് വരാത്തോണ്ട് അത് പറഞ്ഞില്ല. അത് അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. പല്ല് പറിക്കുന്നത് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പല്ല് പറിക്കാണ്ട് അങ്ങനെ പിടിച്ചു അവസാനം എത്ര വരെ. അല്ല, പല്ല് താഴെ വരികയാണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് മുകളിലുള്ള പല്ല് പോവും. പക്ഷെ ഇതങ്ങനല്ല. അതിന്റെ താഴെ വേറെ പല്ല് വന്നിട്ടുമില്ല. അതാണ് എന്റെ മെയിൻ റീസൺ. അപ്പൊ എപ്പോഴത്തെ എക്സ്റേ എടുത്ത് നോക്കിയാണ്. അപ്പൊ അതിന്റെ താഴെ വേറെ പല്ല് വരാത്തോണ്ടാണ് അത് പറയാത്തതാണ് പറഞ്ഞത്. ഇങ്ങോട്ട് പല്ല് വരൂല്ല. വയസ്സായില്ലേ? തള്ളായില്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് എന്ന് പറയുമ്പോ ഞങ്ങളിപ്പോ ഉള്ളത് ഞങ്ങളെ സ്വന്തം വീട്ടിലാണ്. അപ്പോ എന്റെ വീട്ടിൽ എന്ന് പറയുമ്പോ എന്റെ വീട്ടില് വലിയ ഫാമിലിയാണ് ഞങ്ങള്. ഉപ്പ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. ഉമ്മ ഉണ്ട്. അതേപോലെ തന്നെ 8 മക്കളാണ്. 4 ആണും 4 പെണ്ണുങ്ങളാണ് ഉള്ളത്. അപ്പോ
പെങ്ങന്മാരൊക്കെ കല്യാണം കഴിഞ്ഞു. കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു അനിയനും കൂടി കെട്ടാണ്ട്, ബാക്കിയുള്ള എല്ലാരും കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പൊ ഉള്ളത് സ്വന്തം വീട്ടിലാണ്. എത്രാമത്താണ്? ഞാന് ഒരു 5ാമത്തെ ഒരാളാണ്. അതുപോലെ തന്നെ എന്റെ വീട്ടിൽ ആരൊക്കെ വെച്ചാൽ ഞങ്ങളൊരു ചെറിയ ഫാമിലിയാണ്. ഞാനും എന്റെ അനിയത്തിയും ഉമ്മയും ഉപ്പയും. ഞങ്ങള് 4 ആൾക്കാരുള്ള ആകെ. ഒരാൾ 4 അതിനും വേണ്ടിട്ട് ഞങ്ങളെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളത് ചെറിയ ഫാമിലിയാണ്. ഞാനാണ് വലിയ കുട്ടി. എനിക്ക് അനിയത്തി ഉള്ളത്. അനിയത്തി ഇപ്പൊ 10ലാ പഠിക്കുന്നത്. പിന്നെ ഉമ്മയും അനിയത്തിയും ഇപ്പോൾ 10ലാണ് പഠിക്കുന്നത് അവൾ അനിയത്തി. അങ്ങനെ തന്നെ. ഇപ്പൊ വീട്ടില് ഉമ്മയും അനിയത്തിന്നെ ഉള്ളു. ഇപ്പൊ ഗൾഫിലാണ്. അപ്പൊ അത്ര തന്നെ. ഞങ്ങൾ ചെറിയ ഫാമിലി. ഹോം ടൂർ ചെയ്യുമോ? ഹോം ടൂർ ചെയ്യാം ഇൻഷാ അല്ലാ. നമുക്ക് നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം ഒരു ഹോം ടൂർ ചെയ്യാം. വീട്ടിൽ കാണാനൊന്നും ചെറിയ വീടാണ്. പിന്നെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. എന്നാലും ഞാൻ ചെയ്തരാം അല്ലേ? ചെയ്യാം നമുക്ക്. വീട്ടിലാരൊക്കെയെന്ന് ഉണ്ടെന്ന് വെച്ചിട്ട് കുറെ വീഡിയോ ചെയ്തു. വീട്ടിലാരൊക്കെയെന്ന് എല്ലാരും പറഞ്ഞു. മുത്തൂസിന് 2 കുട്ടികൾ ഞങ്ങൾ 2 ഉണ്ട്. ഞങ്ങൾ 2 പറഞ്ഞില്ല. അപ്പോ ശരിക്ക് ഫാമിലി ആരെയും ചോദിക്കുമ്പോ വീട്ടിലാരൊക്കെ ഉള്ളതെന്നാണ് പറയാല്. മുത്തൂസ് എന്റെ വീട്ടുകാരും മുത്തൂസിന്റെ വീട്ടുകാരും പറഞ്ഞു. ഞങ്ങൾക്ക് ഉണ്ടായ 2 കുട്ടികളും ഉണ്ടാവും പറഞ്ഞില്ല. ഞങ്ങളെ വീട്ടിലിപ്പോ ഉള്ളത് ഞാനും ഞങ്ങൾ 2 കുട്ടികള്. ഹാദിക്ക് 6 വയസ്സായി. ദാനൂസിന് 3.5 വയസ്സായി. ഹാദി ഹംദാൻ, അങ്ങനെ 2 മക്കളാണ് ഉള്ളത്. മൂത്തത് ഹാദി, ചെറുത് ഹംദാൻ. ചില വീഡിയോകളിലൊക്കെ ഓല് 2 ഉണ്ടാവലുണ്ട്. കുട്ടികളല്ല, എല്ലാ വീഡിയോകളും ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ. അപ്പൊ അടുത്ത ചോദ്യം, മുത്തൂസിന്റെ വീട് എവിടെയാണ്? മുത്തൂസിന് അങ്ങനെ വീടൊന്നുമില്ല. മുത്തൂസിനൊക്കെ വീട്ടിൽ പുറത്താക്കി. മുത്തൂസിന്റെ വീട് വണ്ടൂരാണ് കേട്ടോ. വണ്ടൂര് തിരുവാലി എത്തണ്ട. വണ്ടൂരിന്ന് തിരുവാലി പോകുന്ന റൂട്ടിൽ മേലെ കോഴിപ്പറമ്പ് എന്നറിയാം. അവിടെയാണ് മുത്തൂസിന്റെ വീട്. അവിടെ ഇപ്പൊ താമസം തുടങ്ങിയിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. അവിടെ ഉള്ളവര് എല്ലാരും ചോദിക്കണ്ട മുത്തൂസ് പഠിച്ചെന്ന് ചോദിക്കണ്ട. മുത്തൂസ് പഠിച്ചതൊക്കെ കോഴിക്കോട്, അതേപോലെ മലപ്പുറം, മറ്റേ എന്താണ് അറവങ്കര, അവിടെയൊക്കെ പഠിച്ചിരിക്കണത്. അപ്പൊ ഇവിടേക്ക് വീട് മാറിയിട്ട് ഏകദേശം 2 കൊല്ലമായിട്ടുള്ളൂ കേട്ടോ. അവിടെ വലിയ പരിചയമൊന്നുമില്ല. എന്നാലും ഇപ്പൊ ഉള്ള ഈ പരിചയം വെച്ചുള്ള പരിചയമൊക്കെ തന്നെ ഉള്ളു. പഠിച്ചതൊന്നും അവിടെ അല്ല. ഞങ്ങള് റെന്റിനായിരുന്നു മുന്നേ താമസിച്ചിരുന്നത്. ഇപ്പൊ അവിടെ സ്വന്തമായിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ ലവ് മാരേജ് ആണോന്ന്? ലവ് മാരേജ് ആണോന്ന് ചോദിച്ചാല് ആണ്. എല്ലാന്ന് ചോദിച്ചാല് ആണ്. ലവ് മാരേജ് ആണോ ചോദിച്ചാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഓളെ വീട്ടില് വരുമ്പോഴാണ്. ഓളെ പെണ്ണാണാൻ വേണ്ടിട്ട് ആദ്യമായിട്ട് വരുമ്പോഴാണ് ഞാൻ ഓളെ ആദ്യമായിട്ട് കാണുന്നത്. അതൊക്കെ പിന്നെ അതൊക്കെ അത് ലവ് മാരേജ് ആണോ അല്ലെന്ന് ചോദിച്ചിട്ടുള്ള കഴിഞ്ഞു. അടുത്ത എന്താണ്? അടുത്ത ചോദ്യം, നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന്? ഞാനൊക്കെ ഒരുപാട് പഠിച്ചുക്കണോ. കൂടുതലായിട്ട് ജീവിത പാഠം ഞാൻ പറഞ്ഞുതരാം. ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. +2 കഴിഞ്ഞു. മാർച്ചില് പരീക്ഷ കഴിഞ്ഞല്ലോ. ഏപ്രിൽ 7 എന്റെ കല്യാണം കഴിഞ്ഞു. പാവം. അപ്പൊക്ക് ഒന്നിനുള്ള ഗ്യാപ്പില്ല. 1 ആഴ്ച 2 ആഴ്ച പരീക്ഷ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പത്തേക്ക് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടേ. അല്ലാന്നുണ്ടെങ്കിൽ കൊറേ പഠിച്ചിരുന്നപ്പോ. എന്നാലേക്കും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ കൊറേ പഠിച്ച പോയില്ല. പിന്നെ ഞാനും +2 വരെ പഠിച്ചിട്ടുള്ളൂ. +2 വരെ. എത്ര വട്ടം പൊട്ടിയതല്ല, പാസ്സായോ ഇല്ലെന്നുള്ളത് നമ്മുടെ ചോദ്യം. എത്ര വട്ടം പൊട്ടി എന്നുള്ളതല്ല, +2 കഷ്ടപ്പെട്ട് എഴുതി എടുത്തോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്തായാലും എഴുതി എടുത്തുകൊള്ളു. അപ്പൊ പൊട്ടിക്കുന്നുള്ളത് പൊട്ടിയൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഏതൊരു പഠിച്ചെന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. +2 പാസ്സാണോ? ഞങ്ങൾ രണ്ടാളും +2 ക്വാളിഫിക്കേഷൻ. പിന്നെ അത് കൂടാതെ ഞാൻ വേറെയും കുറെ പഠിച്ചിക്കണോ. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ഒക്കെ പഠിക്കാൻ പോയിക്കണല്ലേ. ഞാൻ പിന്നെ ഒന്നും പഠിക്കാൻ നിന്നില്ല. ഇപ്പോഴൊന്നും പഠിക്കില്ല. ഓൾക്ക് പിന്നെ ഞാൻ ജീവിത പാഠങ്ങൾ പഠിപ്പിച്ചു തുടങ്ങി. അടുക്കളപ്പണി പഠിച്ചു. ഞങ്ങളല്ല ഞങ്ങളെന്ന് പറയുമ്പോ മനസ്സിലാക്കിക്കൂടെ. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നൊക്കെ പറയുമ്പോ ചോദിച്ച ചോദ്യമാണ്. പിന്നെ അന്ന് ഞാൻ വീഡിയോ എടുക്കും മഞ്ഞ ഡ്രസ്സാണ്, മഞ്ഞ കിളികൾ എന്നൊക്കെ എഴുതിയിട്ടുള്ള മെസ്സേജ് ഉണ്ട്.
പിന്നെ വ്ളോഗ് ചെയ്യണം. നമ്മൾ പൊതുവെ വ്ളോഗ് ആയിട്ട് വീഡിയോസ് അങ്ങനെ ചെയ്യില്ല, ഷോർട്ട് മാത്രല്ല, കണ്ടന്റ് വീഡിയോസ് മാത്രമാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് ഞങ്ങളെ കുറിച്ച് അറിയാത്തത്. കാരണം മുത്തൂസ് അത് മാത്രമേ വരുള്ളൂ. വീട് എവിടെയാണ്, പേരെന്താണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഒന്നും ആളുകൾക്ക് അറിയില്ല. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. കാരണം വീട്ടിലത്തെ കാര്യങ്ങള് അങ്ങനെ പറയണ്ട എന്നുള്ള രൂപത്തിൽ അങ്ങനെ പോയതായിരുന്നു. പിന്നെ കണ്ടന്റ് ആകുമ്പോ ആ കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പോകില്ല. കമന്റുകളൊക്കെ ആ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ചുരുങ്ങി പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. ചിലത് വിമർശനങ്ങൾ വരും, ചിലത് ഇങ്ങനെ നല്ല രൂപത്തിൽ അങ്ങനെ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാ ഇനി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മള് വീഡിയോ ഒക്കെ അനുസരിച്ചിട്ട് നമ്മള് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക. നിങ്ങളെ എന്തൊക്കെയാണോ നിങ്ങളെ ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് നമ്മളെ കുറിച്ച് അറിയാനുള്ള താല്പര്യത്തിനനുസരിച്ചാണ് നമ്മളൊക്കെ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ചെയ്യുക. നമുക്കൊരു ഹോം ടൂർ ആയിട്ട് ഹോം ടൂർ ഒരുപാട് ആൾക്കാർ ഒരുപാട് മുന്നേ മുതൽ ചോദിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഫുൾ വീഡിയോ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഹോം ടൂർ എങ്ങനെ തുടങ്ങണം എന്നുള്ളത് അറിയാത്തൊരു പ്രശ്നം. പിന്നെ വീട് ഒരു ചെറിയ നീട്ടി പോയത്. അപ്പൊ പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത നല്ല മനോഹരമായ കാഴ്ചകൾ മാറ്റി കൊണ്ട് കാണുന്നവരെ ബൈ.